ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിയുടെ സെക്കൻഡ് സെമ്മിൻ്റെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന മെയിൻ പേപ്പറിലെ 6ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ്, അതായത് ഈ സബ്ജക്റ്റിൻ്റെ ലാസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. നോട്ട്സ് ഉണ്ട് എക്കണോമിക്സിൻ്റെയും. ഇപ്പം നിങ്ങൾ ഇത് മുൻകൂട്ടി പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഇത് ക്വസ്റ്റ്യൻ ആൻസറായിട്ട് കിട്ടിയില്ല. അങ്ങനെ നേരിട്ട് ടെക്സ്റ്റ് മലയാളമാക്കിയിട്ടുള്ള നോട്ട്സ് ഹെഡിങ് ഇംഗ്ലീഷിലും നോട്ട്സ് വിശദീകരണം മലയാളത്തിൽ എന്ന രൂപത്തിലുണ്ട്. എക്കണോമിക്സ് ക്വസ്റ്റ്യൻ ആൻസറായിട്ട് തന്നെ നോട്ട്സ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ എക്സാം ആകുമ്പോക്കിനാവുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ പെയ്ഡ് നോട്ട്സാണ് കേട്ടോ, അത് പറഞ്ഞില്ല എന്ന് വേണ്ട. നോട്ട്സിന് ചാർജ് ഉണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ എല്ലാ വീഡിയോസിലും, മിക്കവാറും എല്ലാ വീഡിയോസിലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലോ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കാം, നമ്മൾ 2ാമത്തെ യൂണിറ്റ്, ഇത് നമ്മൾ പഠിക്കുന്ന 6ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് സബാൾട്ടൺ പെർസ്പെക്റ്റീവാണ്, അല്ലെങ്കിൽ സബാൾട്ടൺ അപ്രോച്ചാണ്, കാഴ്ചപ്പാടാണ്, കീഴാള പഠനങ്ങളാണ്. അപ്പോൾ അതിൽ 2ാമത്തെ വ്യക്തിയാണ് ഡേവിഡ് ഹാർഡിമാൻ. ആദ്യം പറഞ്ഞത് ആരെയാണ്? ഫസ്റ്റ് യൂണിറ്റിൽ ഡോക്ടർ BR അംബേദ്കർ അല്ലേ. അപ്പോൾ 2ാമത്തെ യൂണിറ്റിൽ 2ാമത്തെ വ്യക്തിയാണ് ഡേവിഡ് ഹാർഡിമാൻ. അദ്ദേഹത്തിൻ്റെ ദ കമ്മിങ് ഓഫ് ദേവി ആൻഡ് ഫീഡിങ് ദ ബനിയ എന്നീ 2 ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലാദ്യം സബാൾട്ടൺ അപ്രോച്ചിനെ കുറിച്ചൊരു ചെറിയ വിശദീകരണമുണ്ട്. എന്താ പറയുന്നത് നോക്കുക. യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ 20ാം നൂറ്റാണ്ടിലെ വ്യാവസായിക സമൂഹങ്ങളിലെ മൂർത്തമായ വർഗ്ഗവിഭജനം ഇല്ലാത്ത സമൂഹങ്ങളിലെ ആധിപത്യവും കീഴ്വഴക്കവും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാംസി ഈ സബാൾട്ടൺ എന്ന പദം ഉപയോഗിച്ചത്. രാജ്യത്തെ ഉന്നതരുടെ ആധിപത്യവും അടിച്ചമർത്തലും അനുഭവിക്കുന്ന താഴ്ന്ന റാങ്കിലുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളെയോ വ്യക്തികളെയോ പരാമർശിക്കാനാണ് സബാൾട്ടൺ എന്ന പദം ഉപയോഗിക്കുന്നത്. ഇനി സബാൾട്ടണിസം ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിലെ സബാൾട്ടൺ കീഴാള പഠനങ്ങൾ. 1970കളിൽ ഹാർഡിമാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ചരിത്രകാരന്മാർ കീഴാള വിഭാഗത്തിൻ്റെ ചരിത്രം പഠിക്കുന്നതിന് തയ്യാറായി. ഈ പഠന ഗ്രൂപ്പ് രൂപീകരിച്ചത് രണജിത്ത് ഗുഹയാണ്. അദ്ദേഹം ആ ഗ്രൂപ്പിന് സബാൾട്ടൺ സ്റ്റഡീസ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇന്ത്യയുടെയും സൗത്ത് ഏഷ്യയുടെയും ചരിത്രം പഠിക്കുന്നതിന് ഗ്രാംസിയൻ തത്വം ഉപയോഗിക്കുന്ന സബാൾട്ടൺ സ്റ്റഡീസ് കളക്റ്റീവ് എന്നാണ് വിശേഷിപ്പിച്ചത്. കുറച്ച് നീളമുണ്ട് കേട്ടോ. ഇത് 1981 മുതൽ സബാൾട്ടൺ സ്റ്റഡീസ് എന്ന വാല്യങ്ങളുടെ, അതായത് ചെറിയ ചെറിയ രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളുടെ ഒരു പരമ്പര തന്നെ പ്രസിദ്ധീകരിക്കുന്നതിന് കാരണമായി. ഇത് അവരുടെ ആ കൂടിച്ചേരൽ. ഈ പരമ്പരയിലെ വാല്യം 8 ഹാർഡിമാൻ്റെ സഹ എഡിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒന്നായിരുന്നു. അദ്ദേഹം ഇപ്പോഴും സബാൾട്ടൺ പഠനങ്ങളുടെ എഡിറ്റോറിയൽ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ദക്ഷിണേഷ്യൻ ചരിത്രത്തിലെ പഠനങ്ങളിൽ ആധിപത്യം പുലർത്തിയ കൊളോണിയലിസ്റ്റ് നാഷണലിസ്റ്റ് ചരിത്രം വരേണ്യവർഗ്ഗങ്ങളുടെ ചരിത്രത്തെയാണ് അനുകൂലിച്ചത്. അത് കൊളോണിയൽ ഭരണാധികാരികളായാലും ദേശീയവാദികളായാലും, അതായത് കൊളോണിയൽ ഭരണാധികാരികളും ദേശീയവാദ ചരിത്രകാരന്മാരായാലും പഴയ വരേണ്യവർഗ്ഗങ്ങളുടെ ചരിത്രത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. കീഴാള ഗ്രൂപ്പുകളുടെ ചരിത്രം പൂർണ്ണമായും അന്ന് അവഗണിക്കപ്പെട്ടു. ഈ പ്രവണതയിൽ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ടാണ് സബാൾട്ടൺ പഠനം ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഹാർഡിമാൻ പ്രാദേശിക തലത്തിലുള്ള ദേശീയ പ്രസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് ഗാന്ധിയൻ നേതൃത്വം, ഗ്രാമീണ സമൂഹങ്ങളിലെ അധികാര ഘടനകൾ, ഗോത്ര പ്രസ്ഥാനങ്ങൾ മുതലായവ പഠിച്ചു. നരവംശാസ്ത്രത്തിലും ഹാർഡിമാൻ കൂടുതൽ ചരിത്രപരമായ സമീപനം പ്രയോഗിച്ച വ്യക്തിയാണ്. ഇനി ഡേവിഡ് ഹാർഡിമാനെ കുറിച്ചാണ് ഒരു വിവരണം കൊടുക്കുന്നത്. നോക്കുക. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു ചരിത്രകാരനാണ് ഡേവിഡ് ഹാർഡിമാൻ. സോഷ്യോളജിസ്റ്റ് അല്ല കേട്ടോ. പാകിസ്ഥാനിൽ ജനിച്ച ഇദ്ദേഹം വളർന്നത് ഇംഗ്ലണ്ടിലാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് അദ്ദേഹം BA ഹിസ്റ്ററി പഠനം പൂർത്തീകരിച്ചു. ഇന്ത്യയിലെ സൂററ്റ് എന്ന് പറയുന്ന സ്ഥലത്തെ സാമ്യശാസ്ത്ര പഠന കേന്ദ്രത്തിൽ 1980കളിൽ അദ്ദേഹം ഗവേഷണത്തിനായി സമയം ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ പഠന മേഖല തെക്കേ ഏഷ്യൻ ചരിത്രമാണ്. 1960കളിൽ അദ്ദേഹം സൗത്ത് ഏഷ്യൻ ചരിത്രത്തെക്കുറിച്ചൊരു ഗ്രന്ഥം എഴുതി. ഒരു ദശകത്തിലധികം ഇന്ത്യയിൽ ചിലവഴിച്ച് ഇദ്ദേഹം കൊളോണിയൽ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിച്ചു. കൊളോണിയൽ കാലഘട്ടത്തിലെ തെക്കേ ഏഷ്യയിലെ, പ്രത്യേകിച്ചും ഗ്രാമീണ ജീവിതത്തിലെ അനന്തരഫലങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകളിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെ അധികാര ബന്ധങ്ങളിലും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളിലും അദ്ദേഹം താല്പര്യം കാണിച്ചു. കൂടാതെ ഇന്ത്യൻ ആരോഗ്യ ചരിത്രവും അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൽ ഉള്ളൊരു സംഗതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതേ ഫീൽഡിൽ ഗവേഷണം നടത്തുന്നവരുമായിട്ട് അദ്ദേഹം ഒരു ബന്ധം സ്ഥാപിച്ചു. ഗ്രാമീണ ദരിദ്രരുടെ ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള കൃതികൾ ഇന്ത്യയിലെ കൊളോണിയൽ കാലഘട്ടത്തിലെ മെഡിക്കൽ പരിസ്ഥിതി ചരിത്രത്തെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ആദിവാസി അസേർഷൻ ഇൻ ദ വെസ്റ്റേൺ ഇന്ത്യ, പടിഞ്ഞാറൻ ഇന്ത്യയിലെ ആദിവാസി അവകാശവാദം, അതുപോലെ ദ കമ്മിങ് ഓഫ് ദേവി ആദിവാസി അസേർഷൻ ഇൻ വെസ്റ്റേൺ ഇന്ത്യ 1987 പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥം, ഫീഡിങ് ദ ബനിയ പെസൻസ് ആൻഡ് യൂസൂറേഴ്സ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ, ബനിയയെ പോറ്റൽ, പടിഞ്ഞാറൻ കർഷകരും കൊള്ളക്കാരും എന്നൊക്കെ പറയുന്നത് എന്താണ്, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലോരോന്നിനെ നമുക്ക് നോക്കാം. ദ കമ്മിങ് ഓഫ് ദ ദേവിയാണ് ആദ്യം ഉണ്ടോ. ദ കമ്മിങ് ഓഫ് ദ ദേവി, ആദിവാസികളെയും അവരുടെ അവകാശവാദ പ്രസ്ഥാനങ്ങളെയും കുറിച്ച് ഹാർഡിമാൻ എഴുതിയ ഗ്രന്ഥമാണ് ഏത്, ദ കമ്മിങ് ഓഫ് ദേവി എന്നത്. സൂറത്ത് ജില്ലയിലെ ദേവി പ്രസ്ഥാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതിയത്. 1987 ഈ ഗ്രന്ഥം യഥാർത്ഥത്തിൽ പ്രസിദ്ധീകരിച്ചത്. സൂറത്ത് ജില്ലയിൽ ആദിവാസികൾ ഒത്തുചേരും, വിവിധ മേഖലകളിൽ നിന്നുള്ള ആദിവാസികൾ ഒത്തുചേരും. അവർ ദേവതകളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ഈ പ്രക്രിയക്കാണ് എന്ത് പേരിട്ട് വിളിക്കുന്നത്, ദേവി പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. ഹാർഡിമാൻ ആദിവാസികളുടെ ഇടയിൽ ജീവിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, ദേവി പരിണാമത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു, അതായത് ഫീൽഡ് സ്റ്റഡി. ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് വസൂരി രോഗത്തിൻ്റെ അണുബാധയുമായി ബന്ധപ്പെട്ട ദേവിയായിരിക്കും. ഇതിൽ ദേവി പ്രസ്ഥാനത്തിൽ കാലക്രമേണ മോശം വിളകൾ, വരൾച്ച, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ കാലത്തെ വെല്ലുവിളികളെ ഈ ദേവി ആ രൂപത്തിലേക്ക് അങ്ങോട്ട് പരിണമിക്കും. ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ വലിയ മാറ്റം വരുത്താൻ ഈ ദേവി പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ആരുടെ വാദം, ഹാർഡിമാൻ്റെ വാദം. ഈ പഠനത്തിലൂടെ ആദിവാസികളുടെ മതവിശ്വാസങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ഹാർഡിമാന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി കമ്മിങ് ഓഫ് ദേവിയിലൂടെ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് എന്നുള്ളതാണ് കേട്ടോ. ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഡിവൈൻ, അതായത് ദൈവവുമായി ഒരു ആശയവിനിമയം അവർ നടത്തുന്നു എന്നുള്ളതാണ്. അതായത് ആദിവാസികൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവർ ദേവതയോട് മദ്യമാംസം തുടങ്ങിയവയെല്ലാം ആവശ്യപ്പെടും. രണ്ടാമത്തത് ദ ഡിവൈൻ കമാൻഡ്സ് ആണ്, ദൈവിക കൽപ്പനകളാണ്, ദേവിയിൽ നിന്നിങ്ങോട്ടുള്ള കൽപ്പനകളാണ്. ദൈവിക കൽപ്പനകൾ ഗോത്രജനതയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവമാണ്. പിൽക്കാലത്ത് ആജ്ഞകളിൽ ഗാന്ധിയുടെ ആശയങ്ങൾ ഉൾപ്പെട്ടിരുന്നു. അതായത് ഖാദി വസ്ത്രം ധരിക്കാനും ദേശീയ സ്കൂളുകളിൽ ചേരാനും ഒക്കെ ദൈവം കൽപ്പിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ മൂന്നാമത് അദ്ദേഹം മനസ്സിലാക്കിയത് പ്രസ്ഥാനത്തിൻ്റെ വ്യാപനമാണ്. ഇതേ രൂപത്തിലുള്ള, അതായത് ദേവിയെ പ്രസ്ഥാനത്തിന് തുല്യമായ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ പല മേഖലകളിലും ആദിവാസികൾക്കിടയിൽ കാണാൻ കഴിഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഛോട്ടാ നാഗ്പൂരിൽ ഓറോൺസ് വിഭാഗത്തിൻ്റെ ഇടയിൽ ഇത് താനാ ഭഗത് പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. കൂടാതെ ദേവി പ്രസ്ഥാനത്തിന് ഒരു ദേശീയ ചായ്വ് കൂടി ഉണ്ടായിരുന്നു എന്നാണ് ആര് പറയുന്നത്, ഹാർഡിമാൻ പറയുന്നത്. എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ അവർ ഇപ്പോൾ ഗാന്ധിജിയുടെ ആശയങ്ങൾ ദേവി പറയുമെന്ന് പറഞ്ഞില്ല, അതേപോലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ ദേവിയുടെ കൽപ്പനകളിൽ ഉണ്ടായിരുന്നു. അതാണ് ദേശീയ പ്രസ്ഥാനത്തിനുള്ള അതിൻ്റെ പങ്ക്. പിന്നെ മറ്റൊന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഗോത്രങ്ങളെയും ആദിവാസികളെയും കുറിച്ചുള്ള വിവരങ്ങളുടെ ഉറവിടങ്ങളാണ് ഈ ദേവി പ്രസ്ഥാനങ്ങൾ എന്നാണ്. അതായത് അക്കാലത്തെ രേഖകളിലും ആന്ത്രോപോളജി റിപ്പോർട്ടുകളിൽ പോലും ആരെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആരുടെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളില്ല, ആദിവാസികളെക്കുറിച്ചോ അവരുടെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചോ ഒന്നുള്ള വിവരങ്ങളില്ല. ഇനി ഔദ്യോഗിക രേഖകൾ ബ്രിട്ടീഷുകാർ തയ്യാറാക്കി, അതിലും ആരുടെ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല, ആദിവാസികളുടെ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. ജുഗത്രം ദേവര എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ്റെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ആദിവാസി സംരംഭത്തിൻ്റെ നേരായ നിഷേധമാണ് കാണുന്നത്. മദ്യവും മാംസവും ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ ഉപേക്ഷിക്കാനുള്ള സിദ്ധാന്തങ്ങൾ ഗാന്ധിജിയുടെ ആഗമനത്തിന് മുമ്പ് ആദിവാസികൾക്കിടയിൽ പ്രചരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നിട്ടും ദേവി പ്രസ്ഥാനം ഗാന്ധിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ആണ് ഡേവിൻ്റെ അവകാശവാദം. മറുവശത്ത് മഹാദേവ് ദേശായി അവസാന ഘട്ടത്തിൽ ഈ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്ന ബൂർഷ്വാ സാമൂഹിക പ്രവർത്തകരുടെ പങ്കും ഉയർത്തിക്കാട്ടാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. രാഷ്ട്രത്തിലെ ആദിവാസികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സമർപ്പിത ദേശീയവാദിയാണ് ഈ മഹാദേവ് ദേശായി എന്ന് പറയുന്ന വ്യക്തി. സോഷ്യലിസ്റ്റ് ചരിത്രകാരന്മാർക്കും ദേശീയവാദ ചരിത്രകാരന്മാർക്കും അവർക്ക് അവരുടേതായ മിത്തോളജിയാണുള്ളത്. സോഷ്യലിസ്റ്റുകൾ വിശ്വസിച്ചത് ആദിവാസികൾക്ക് അവരുടെ ആത്മാഭിമാനം ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നാണ്. സോഷ്യലിസ്റ്റുകളിലെ മധ്യവർഗം ആദിവാസികൾക്കിടയിൽ ഒരു സോഷ്യലിസ്റ്റ് അവബോധം ഉണ്ടാക്കി എന്നും പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ സോഷ്യലിസ്റ്റ് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ആദിവാസികൾക്കിടയിലുള്ള മതവിശ്വാസങ്ങൾക്ക് പ്രാധാന്യമില്ല എന്നാണ്. ശക്തമായ സംഘർഷങ്ങളിലൂടെ അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയെ നിരാശയെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നും സോഷ്യലിസ്റ്റുകൾ വിശ്വസിച്ചു. അതാണ് അദ്ദേഹം അതിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തത് ഫർദർ ഡയമെൻഷൻസ് ഓഫ് ഹാർഡിമാൻ സ്റ്റഡി, ഹാർഡിമാൻ്റെ പഠനത്തിൻ്റെ കൂടുതൽ മാനങ്ങൾ. അദ്ദേഹം മതപരമായ വസ്തുതകൾ എന്തൊക്കെയാണ് കണ്ടെത്തിയെന്നൊക്കെ, റിലീജിയസ് ആസ്പെക്ട്സ്. ആദിവാസികളെ പ്രജകളായി കാണാനും കീഴാള വിഭാഗങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവരെ അറിയിക്കുന്ന ബോധത്തെ പഠിക്കാനുമാണ് ഹാർഡിമാൻ ഈ റിലീജിയസ് ആസ്പെക്ട്സ് എന്ന
ഒരു വിവരം ആ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയത്. സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ തുടക്കക്കാർ ആദിവാസികളാണെന്നാണ് അദ്ദേഹം അംഗീകരിക്കുന്നത്. മതവിശ്വാസങ്ങളും ആചാരങ്ങളും ഈ അവബോധം പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും മെച്ചപ്പെട്ട ജീവിതത്തിനുള്ള പ്രതീക്ഷയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ആരുടെ പ്രവർത്തനങ്ങൾ? ദേവി പൂജയെ പ്രവർത്തിക്കുന്നത് കേട്ടോ. ആദിവാസികൾ ആരംഭിച്ച വിവിധ പ്രസ്ഥാനങ്ങൾ മെച്ചപ്പെട്ട പാർപ്പിടം, പാത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിങ്ങനെ ആദിവാസികളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഇനി രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യമാണ്. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന നാടോടികളും വേട്ടയാടുന്നവരുമായ ആദ്യകാല നിവാസികളെന്ന് അവകാശപ്പെടുന്ന ആദിവാസികൾ കെട്ടിപ്പടുക്കുന്ന വിവിധ സ്റ്റീരിയോ ടൈപ്പുകളെ കുറിച്ച് ആദ്യമാൻ ചർച്ച ചെയ്തു. എന്താ സ്റ്റീരിയോ ടൈപ്പ്? എന്നും ഒരേ രൂപത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിശ്ചല മാതൃകകൾ എന്നാണ് എൻ്റെ മലയാളം കേട്ടോ. അതിനെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്തു. ആദിവാസികൾ യഥാർത്ഥ നിവാസികളല്ലെന്നും കുടിയേറ്റക്കാരാണെന്നും അദ്ദേഹം പറയുന്നു. ജീവിത രീതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആദിവാസി വിഭാഗങ്ങളും വേട്ടയാടുന്നവരോ നാടോടികളോ അല്ല. പല സമുദായങ്ങളിലും സ്ഥിരതാമസമാക്കിയ കാർഷിക രീതികൾ പിന്തുടർന്നിരുന്നു. ഗോണ്ട്, ബിൽ തുടങ്ങിയ ഗോത്രങ്ങൾ പ്രാദേശികമായി ആധിപത്യം പുലർത്തുന്ന വിഭാഗങ്ങളായി ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആദിവാസികളുടെ ഒറ്റപ്പെടലും യാഥാർത്ഥ്യമല്ല എന്ന് ഡ്യൂഡിൻ്റെ കൃതികളിൽ നിന്ന് ഹാർഡിമാൻ തിരിച്ചറിഞ്ഞു. ആദിവാസികളുടെ ചരിത്രം അവരുടെ ഭരണാധികാരികളുടെ ചരിത്രം പോലെ തന്നെ സമ്പന്നവും സങ്കീർണവുമാണെന്നാണ് ഇന്ത്യയുടെ ചരിത്ര പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്നും ഹാർഡിമാൻ പറയുന്നുണ്ട്. ഇനി അദ്ദേഹം കാണുന്നത് ഉയർന്ന താഴ്ന്ന പ്രത്യാഘാതങ്ങളാണ്, അതായത് സുപ്പീരിയർ ഇൻഫീരിയർ ഇംപ്ലിക്കേഷൻസ്. ഹാർഡിമാൻ്റെ അഭിപ്രായത്തിൽ ജംഗി, ജാതി, കലിപ്പാരാജ് തുടങ്ങിയ പദങ്ങൾ ആദിവാസികളെ സൂചിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആദിവാസികളെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള വിളിപ്പേരുകളായിട്ട് ഉപയോഗിച്ചിരുന്നു. ആദിവാസികൾ ഈ പദങ്ങളൊക്കെ അപമാനകരമായിട്ടാണ് കണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗാന്ധി അനുയായികളും കൂടുതൽ മര്യാദയുള്ള ഇതിന് തുല്യമായ റാണി, പർജ്, വന്യജാതി, ഗിരിജൻ എന്നീ പദങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആരെ വിളിക്കാൻ വേണ്ടിയിട്ട്? ആദിവാസികളെ. അതും ആദിവാസികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്ത്യയിൽ വനവിസ്തൃതി കുറഞ്ഞതോടെ വനപാതകളിൽ താമസിക്കുന്ന ആദിവാസികളുടെ എണ്ണവും കുറഞ്ഞു. ഗോത്രം എന്ന പദത്തെ സംബന്ധിച്ചിടത്തോളം അത് ആദിവാസികളെ വംശീയമായി സ്വീകരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പരിണാമപരമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന പദമാണ്. പരിഷ്കൃതരെ പോലെയോ ആധുനിക മനുഷ്യനെ പോലെയോ നവീകരിക്കാനോ പരിണമിക്കാനോ കഴിയാതെ പരാജയപ്പെട്ടൊരു വിഭാഗമായി ആദിവാസികളെ പരാമർശിക്കാനും ഗോത്രം എന്ന പദം ഉപയോഗിക്കാറുണ്ട്. സാംസ്കാരിക പരിണാമം ഗോത്രങ്ങളെ പരാമർശിക്കുന്നത് ആധുനിക മനുഷ്യന് സാംസ്കാരികമായി വഴിമാറുന്ന ആദിമ മനുഷ്യൻ എന്നാണ്. ഇതെല്ലാം ആദിവാസികളുടെ താഴ്ന്ന നിലയെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അകത്ത് പുറത്ത് എന്നുള്ള സൂചന ഇൻസൈഡർ ആൻഡ് ഔട്ട്സൈഡർ ഇംപ്ലിക്കേഷൻസ് ആണ്. കൊളോണിയൽ ഭരണത്തിൻ്റെ ഫലമാണ് ആദിവാസി സ്വത്വം, ഐഡൻറ്റിറ്റി വികസിപ്പിച്ചത്. ബ്രിട്ടീഷുകാരുടെ വരവ് വരെ താരതമ്യേന സ്വതന്ത്രമായ ജീവിതം നയിച്ചിരുന്ന ഒരുപാട് സമുദായങ്ങളിലേക്ക് കൊളോണിയൽ ഭരണാധികാരികൾ അവരുടെ ഭരണം സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ട്? പണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭൂവുടമകളും പണമിടപാടുകാരും വ്യാപാരികളും പുതുതായി വന്ന കൊളോണിയൽ അധികാരികൾക്ക് സംരക്ഷണത്തിൽ ഈ സമുദായങ്ങളിലേക്ക് വഴി കണ്ടെത്തി. ഈ വിഭാഗങ്ങളുടെ എല്ലാം ചൂഷണം രാജ്യവ്യാപകമായ ഒരു ഐഡൻറ്റിറ്റി ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഈ സമുദായങ്ങളുടെ ചരിത്രപരമായ വികാസം ആദിവാസി എന്ന പദവുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. തങ്ങളെ പരാമർശിക്കുമ്പോൾ തന്നെ ആദിവാസികൾക്കിടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പദമാണിത്. അക്കാരണത്താലാണ് താൻ ആദിവാസി എന്ന പദം തിരഞ്ഞെടുത്തത് എന്നും അത് ആദ്യകാല നിവാസികളുടെ അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും ഹാർഡിമാൻ പറയുന്നുണ്ട്. ഇനി അദ്ദേഹം കണ്ടെത്തിയ മറ്റൊന്ന് അടിച്ചമർത്തപ്പെട്ടവരുടെ ചരിത്രം അന്വേഷിക്കലാണ്. ഇന്ത്യയിലെ കൊളോണിയൽ കാലഘട്ടത്തിലെ ചരിത്രത്തിൻ്റെ കേന്ദ്ര വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭ്യമാകുമെന്നതുകൊണ്ട് ഹാർഡിമാൻ ആദിവാസി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പഠനം നടത്തി. അദ്ദേഹത്തിൻ്റെ കീഴാള വീക്ഷണം അനുസരിച്ച് അടിച്ചമർത്തപ്പെട്ടവരുടെ ചരിത്രവും ചരിത്രത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ വരേണ്യവർഗത്തെ പോലെ പ്രധാനമാണ്. ആദിവാസി പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം, കാർഷിക വിഭാഗത്തിൻ്റെ മതപരമായ കാര്യങ്ങൾ, കൊളോണിയൽ പൂർവ്വ സമൂഹത്തിൻ്റെ ഘടനകൾ, കൊളോണിയൽ ഭരണത്തിനും നിയമത്തിനും ഈ സമൂഹത്തിലുള്ള സ്വാധീനം, ആദിവാസി കർഷകരുടെ രീതികൾ എന്നിവയിലേക്ക് ഇത് വെളിച്ചം വീശുന്നു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അത് നൽകും. ഈ കഠിനമായ പുതിയ സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരെ പൊരുത്തപ്പെടുകയും പോരാടുകയും ചെയ്യാണ് വേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അവരിലൊരു ദേശീയ ബോധം അതിലൂടെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ഇത് ഗ്രാമീണ തലത്തിൽ ഇന്ത്യ മനസ്സിലാക്കാൻ ഹാർഡിമാനെ സഹായിച്ചു. ഈ പ്രസ്ഥാനങ്ങളെ അജ്ഞത എന്നും അന്ധവിശ്വാസങ്ങളെന്നും തള്ളിക്കളയുന്നതിന് പകരം അദ്ദേഹം ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പൂർണ്ണമായ പഠനം നടത്തുകയാണ് ചെയ്തത്. വർഷങ്ങളായി നിരവധി ആവലാതികൾ അനുഭവിക്കുന്ന ഈ സമൂഹത്തിന് എന്തെങ്കിലും നീതി നൽകുന്ന ചരിത്രം ഇതിലൂടെ തനിക്ക് നൽകാൻ കഴിയുമെന്നായിരുന്നു ഹാർഡിമാൻ്റെ വിശ്വാസം. ആന്ത്രോപോളജി പഠനത്തിൽ നിന്നും ആദിവാസികളെക്കുറിച്ചുള്ള കുറേ വിവരങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട്. ആഘോഷവേളകളിൽ അവരുടെ പാനീയങ്ങളായ ദാരു, കള്ള് എന്നിവയും പ്രധാന വസ്തുതകളായിട്ട് ഹാർഡിമാൻ കണ്ടു. അതുപോലെ തന്നെ മതപരമായ ആചാരത്തിൻ്റെ ഭാഗമാണ് ദാരു കുടിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് ആദിവാസികളെ പണമിടപാടുകാർക്കും മദ്യവിൽപ്പനക്കാർക്കും അവരെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു നല്ല മാർഗമായിരുന്നു എന്നാണ് ഹാർഡിമാൻ്റെ അഭിപ്രായം.
ഇവരോട് പ്രതികരിക്കാനുള്ള ഒരു മാർഗമായി കൂടി അവർ ഈ ദേവി പ്രസ്ഥാനത്തെ കണ്ടിരുന്നു. വാമൊഴികളുടെയും പുരാവസ്തു തെളിവുകളുടെയും സഹായത്തോടെ ആർഡിമാൻ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി. ഫീൽഡ് വർക്ക് നടത്തിയതുകൊണ്ട് വർഷങ്ങളോളം അദ്ദേഹത്തിന് ആരുടെ കൂടെ ജീവിക്കാനും കഴിഞ്ഞു? ആദിവാസികളുടെ കൂടെ ജീവിക്കാനും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് വരുന്നത് ഫീഡിങ് ദ ബനിയ. ബനിയെ പോറ്റുന്നു എന്നാണ് കേട്ടോ അതിൻ്റെ മലയാളം. ബനിയയെ പോറ്റുന്നു. ബനിയ എന്നതൊരു ഗോത്ര വിഭാഗമാണ്. നോക്കുക നമുക്ക്. ഫീഡിങ് ദ ബനിയ പെസൻസ് ആൻഡ് യൂസൂറേഴ്സ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ എന്നത് ആർഡിമാൻ്റെ ഒരു കൃതിയാണ്. ഈ കൃതി കർഷകരും യൂസൂറേഴ്സ് എന്ന് പറഞ്ഞാൽ പലിശക്കാരാണ്, വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളിൽ. ഈ കൃതി കർഷകരും പലിശക്കാരും തമ്മിലുള്ള ഒരു ബന്ധമാണ് വിശദീകരിക്കുന്നത്. ഉയർന്ന പലിശയ്ക്ക് പണം കൊടുക്കുന്നവരുമായിരുന്നു യൂസൂറേഴ്സ് അഥവാ പലിശക്കാർ. ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘടകമായിരുന്നു കർഷകരും പലിശക്കാരും തമ്മിലുള്ള ബന്ധം. കൊള്ളപ്പലിശക്കാർക്ക് രാഷ്ട്രം എങ്ങനെയാണ് പിന്തുണ നൽകിയത് എന്ന് പരിശോധിക്കുന്ന ഹാർഡിമാൻ്റെ ഈ കൃതി സംയോജിത രീതിയിൽ ബന്ധം നിരീക്ഷിച്ചു. ആരുടെ ബന്ധം? പലിശക്കാരും കർഷകരും തമ്മിലുള്ള ബന്ധം നിരീക്ഷിച്ചു. സാമ്പത്തികവും പ്രത്യയശാസ്ത്രപരവുമായൊരു ശക്തിയായി ബനിയാസ് എങ്ങനെ വളർന്നു എന്നും അത് അന്വേഷിക്കുന്നുണ്ട്. ഇനി യൂസൂറേഴ്സിനെ കുറിച്ചാണ്, പലിശക്കാരെക്കുറിച്ച്. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഒരു സാധാരണ പ്രവർത്തനമായിരുന്നു പലിശക്കാർ ഉയർന്ന പലിശയ്ക്ക് ഗ്രാമവാസികൾക്ക് പണം കടം കൊടുക്കുക എന്നത്. ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും പോലുള്ള സ്ഥാപനപരമായ വായ്പയുടെ വരവോടെ പോലും ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും പണമിടപാടിന്മേൽ പലിശക്കാർ തങ്ങളുടെ നിയന്ത്രണം നിലനിർത്തി. പണമിടപാടുകാരെ സഹുക്കാർ എന്നും വിളിച്ചിരുന്നു. അതായത് സത്യപ്രവൃത്തികൾ ചെയ്യുന്ന, സഹുക്കാർ എന്ന് പറഞ്ഞാൽ സത്യപ്രവൃത്തികൾ ചെയ്യുന്ന, അവരുടെ അഭിപ്രായത്തിൽ അത് സത്യപ്രവൃത്തിയാണ്. ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ തൊഴിൽ ചെയ്യുന്ന പ്രത്യേക ജാതികൾ തന്നെ ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ ജാതികളെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഈ നിയന്ത്രണം സാമ്പത്തിക അടിസ്ഥാനത്തിൽ മാത്രം കാണേണ്ട ഒന്നല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ നിയന്ത്രണം നിലനിർത്തുന്നതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ വശങ്ങൾ പരിശോധിക്കാൻ ഹാർഡിമാൻ ചരിത്രകാരന്മാരോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇനി കർഷക പലിശക്കാർ ബന്ധമാണ് അടുത്ത് വരുന്നത്. യൂസറേഴ്സ് കഴിഞ്ഞു. ഇന്ത്യയുടെ സാമൂഹിക സംഘാടനത്തിൽ ജാതിക്കും മതപരമായ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. കോസാംബിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ പലിശക്ക് നൽകുന്ന പ്രവർത്തനം ഏകദേശം 6-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് കോസാംബി പറയുന്നത്. ഡൽഹി സുൽത്താൻമാർ രാജ്യം വിസ്തൃതമാക്കുകയും വ്യാപാരം വ്യാപിക്കുകയും ചെയ്തതോടെ ഏകദേശം 14-ാം നൂറ്റാണ്ടിൽ ഈ സൗക്കാർ അഥവാ പണമിടപാട് ഒരു തൊഴിലായിട്ട് ഉയർന്നു വന്നു എന്നും പറയപ്പെടുന്നുണ്ട്. കർഷകർ അവരെ നന്നായി ഉപയോഗപ്പെടുത്തി. ആരെ? ഈ സൗക്കാറുകളെ. കൃഷി അഭിവൃദ്ധിപ്പെടുത്താനും പലപ്പോഴും ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട നികുതി കൊടുക്കാൻ ഇവർക്ക് പണം ഇല്ലാതെ വരുമ്പോൾ അത് വാങ്ങാനും വേണ്ടിയിട്ടുള്ളൊരു മാധ്യമമായിരുന്നു, അല്ലെങ്കിൽ മധ്യവർത്തികളായിരുന്നു ഈ സൗക്കാറുകൾ എന്ന് പറയുന്നത്. പിന്നീട് ഇത് തിരിച്ചടക്കാൻ കഴിയാതെ പല കർഷകരും തങ്ങളുടെ സേവനം തന്നെ ആർക്ക് അടിയറ വെക്കേണ്ടതായിട്ട് വന്നു? ഈ സൗക്കാറുകൾക്ക് അല്ലെങ്കിൽ യൂസറേഴ്സിന് അടിയറ വെക്കേണ്ടതായിട്ട് വന്നു. ഇന്ത്യയിൽ ഈ പലിശക്കാർക്ക് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു. അവരൊരു പ്രത്യേക തൊഴിലാക്കി ഇതിനെ ഈ പലിശക്ക് പണം കൊടുക്കുന്നതിന് അവർ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. പലിശക്കാർ കർഷകരിൽ ചുമത്തുന്ന നികുതി നിയന്ത്രിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഭരണവിഭാഗവുമായി സൗക്കാർക്ക് വളരെ അടുത്ത ബന്ധം ഉണ്ടാവുകയും ചെയ്തു. സൗക്കാറുകളുടെ ജാതികൾക്ക് വലിയ ബഹുമാനം അതുകൊണ്ട് തന്നെ ലഭിക്കുകയും ചെയ്തു. ഇനി ബനിയ യൂസറേഴ്സിനെ കുറിച്ച്, ബനിയ ഗോത്രത്തിലെ പലിശക്കാരെക്കുറിച്ച്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ പ്രത്യേകിച്ചും ഗുജറാത്തിലും രാജസ്ഥാനിലും പലിശ നിയന്ത്രിച്ചിരുന്നത് ബനിയ എന്ന് പറയുന്ന ജാതികളാണ്. ആരാണ്? ബനിയ കേട്ടോ. ഏകദേശം 17-ാം നൂറ്റാണ്ടോടുകൂടി മഹാരാഷ്ട്രയിൽ ഇവരുടെ നിയന്ത്രണം വ്യാപിച്ചു. ഇവർ ഗുജറാത്തിൽ നിന്നും അങ്ങോട്ട് കുടിയേറിയവരെ, അങ്ങോട്ട് മഹാരാഷ്ട്രയിലേക്ക് കുടിയേറിയവരെ ഗുജർസ് എന്നും രാജസ്ഥാനിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് കുടിയേറിയവരെ മാർവാരികൾ എന്നുമാണ് വിളിച്ചിരുന്നത്. ബനിയകൾ പൊതുവെ ബിസിനസ് കുടുംബങ്ങളാണ്. ഈ ജാതിയിലെ ആൺകുട്ടികളെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ ബിസിനസ്സിൽ പരിശീലനം നേടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ബഹുമാനിക്കപ്പെടുന്ന ജാതിയായിരുന്നു ആര്? ബനിയ. സ്വന്തം ജാതിക്കകത്ത് ശക്തമായ ഐക്യമുള്ളവരായിരുന്നു ബനിയകൾ. മറ്റ് ജാതികളോടൊപ്പം ഭക്ഷണം കഴിക്കാനും മറ്റ് ജാതികളെ പോലെ, അതായത് എവിടേക്കാണ്, അതായത് ഉയർന്ന ജാതിക്കാർ ചെയ്യുന്ന രീതിയിലുള്ള വിവേചനങ്ങളൊക്കെ ബനിയകളും കാണിച്ചിരുന്നു. ജൈനിസം അതുപോലെ തന്നെ വല്ലഭാചാര്യ വൈഷ്ണവിസം ബനിയകളുടെ മതവിശ്വാസങ്ങളിൽ ആധിപത്യം ചെലുത്തിയ 2 ചിന്താധാരകളാണ്. ഈ വിശ്വാസം ബനിയകൾക്കൊരു ധാർമ്മിക പിന്തുണയും കൊടുത്തു. അതുപയോഗിച്ച് ഒരു മൂലധനവും സ്വരൂപിച്ചു. ദൈവിക നന്മ കിട്ടാൻ വേണ്ടി ഇവർ സഹായങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്തിരുന്നു. ബ്രിട്ടീഷുകാരും അവരുടെ നയങ്ങളും വന്നതോടെ ബനിയകൾ അവരുടെ നിയന്ത്രണം കൂടുതൽ ശക്തിപ്പെടുത്തുക ചെയ്തത്. അവർക്ക് കൂടുതൽ മെച്ചമുണ്ടാവുകയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാർ സൗക്കാറുകളെ പിന്തുണയ്ക്കുകയും അവരെ ഉപയോഗിച്ചുകൊണ്ട് കർഷകരിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുകയും ചെയ്തു. കടം തിരികെ വാങ്ങാനുള്ള അനുമതിയും അവർക്ക് ബ്രിട്ടീഷുകാർ കൊടുത്തു. ഇത് പലിശക്കാർക്ക് കർഷകരുടെ മേൽ കൂടുതൽ നിയന്ത്രണം കിട്ടുന്നതിന് ഇടവരുത്തി. ഈ സമയത്ത് ബനിയകൾ വളരെ കുറഞ്ഞ പലിശക്ക് കർഷകർക്ക് വായ്പ കൊടുത്തു. ബ്രിട്ടീഷുകാർ കർശനമായിട്ട് നികുതി
തിരിച്ചെടുത്ത സമയത്ത് ബനിയകൾ കുറഞ്ഞ പലിശക്ക് കർഷകർക്ക് വായ്പ കൊടുത്തു. അങ്ങനെ സാമ്പത്തിക നേട്ടങ്ങൾക്കായി പലിശക്കാരും കർഷകരും തമ്മിലൊരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുത്തു. ബനിയകളും കർഷകരും തമ്മിൽ തലമുറകളായിട്ട് ഈ ബന്ധം നിലനിർത്തുകയും ചെയ്തിരുന്നു. ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമായിട്ട് ബനിയകൾ കർഷകർക്ക് സംരക്ഷണം കൊടുത്തു. അതുകൊണ്ട് തന്നെ കർഷകർ കൂടുതൽ ദാരിദ്ര്യത്തിൽ അകപ്പെടാതെ അങ്ങനെ നിൽക്കുകയും ചെയ്തു. പക്ഷേ എന്തുണ്ട്, കടപ്പുറത്തുണ്ട് കേട്ടോ. ഹാർഡിമാൻ്റെ അഭിപ്രായത്തിൽ ബനിയകൾ പരമ്പരാഗത പണമിടപാടുകാരാണ്. എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് അവർ ചെയ്തു പോരുന്ന ജോലി ഈ പണമിടപാട് തന്നെയാണ്. പിന്നെ സ്ട്രാറ്റജീസ് ഓഫ് ബനിയാസ്, ബനിയകളുടെ തന്ത്രങ്ങൾ. ഇതൊക്കെ അവർ ചെയ്യുമ്പോൾ അവരുടെ ചില തന്ത്രങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. മഴ പെയ്യുകയോ വിളവെടുപ്പ് കുറയുകയോ ചെയ്തപ്പോൾ ബനിയകൾ ധാന്യങ്ങൾ പൂഴ്ത്തിവെച്ചു. അത് ക്ഷാമത്തിന് ഇടവരുത്തി. എന്നാൽ ചാരിറ്റിയുടെ പേരിൽ ബനിയകൾ എന്ത് ചെയ്തു, കർഷകർക്ക് സഹായം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്, അവരുടെ പിന്തുണ വിട്ടുപോകില്ലല്ലോ. തങ്ങളുടെ പൂഴ്ത്തിവെപ്പ് കൊണ്ടാണ് ഈ ക്ഷാമങ്ങൾ ഉണ്ടാകുന്ന വസ്തുതകൾ അവർ അവഗണിക്കുകയും ഭക്ഷ്യക്ഷാമകാലത്ത് കർഷകരുടെ രക്ഷകരായിട്ട് അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. അതായത് കർഷകരുടെ പിന്തുണ അവർക്ക് വേണം അതിനുവേണ്ടി. എന്നാൽ ഈ അനീതിക്കും ചൂഷണത്തിനുമെതിരെ ചെറുത്തുനിൽപ്പുണ്ടായി. ഡക്കാനിലെ കലാപങ്ങളും ബനിയ ചൂഷണത്തിനെതിരായ സഹ്യാർദ്രയിലെ ചെറുത്തുനിൽപ്പൊക്കെ ഹാർഡിമാൻ പഠിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ പിരിമുറുക്കങ്ങളും കലാപങ്ങളും ഉണ്ടായിരുന്നിട്ടും ബനിയ കർഷക ബന്ധ നൂറ്റാണ്ടുകൾ അങ്ങനെ നിലനിന്നു. ബനിയകൾ ചെലുത്തിയ ആധിപത്യം സാമ്പത്തിക നിയന്ത്രണത്തെക്കാൾ വളരെ ആഴത്തിലുള്ളതാണ്. അതാണ് അതങ്ങനെ നിലനിൽക്കാനുള്ള കാരണവും. കർഷകർക്ക് പലിശക്കാർ അവരുടെ ഇടനിലക്കാരായിരുന്നു എന്നാണ് പറയുന്നത്. പലിശ കാർഷിക ഉൽപ്പാദകരെ മുതലാളിത്ത ലോകത്തിൻ്റെയും അതുപോലെ അതിൻ്റെ സ്ഥാപനങ്ങളെയുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനും സഹായിച്ചിട്ടുണ്ട്. ഇനി ദ ഐഡിയ ഓഫ് ഹെജിമണി ഇൻ ഹാർഡിമാൻസ് ഡിസ്കഷൻസ് ഓൺ ബനിയ. ഹാർഡിമാൻ്റെ ബനിയകളെക്കുറിച്ചുള്ള ചർച്ചകളിലെ മേധാവിത്വത്തിൻ്റെ ആശയത്തെക്കുറിച്ചാണ്. ബനിയകൾക്ക് കർഷകരുടെ മേലുള്ള മേധാവിത്വം ഗ്രാംസി സൂചിപ്പിച്ചതുപോലെ ഉന്നത വിഭാഗം സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായി താഴേക്കിടയിലുള്ളവരുടെ മേൽ ചുമത്തുന്ന ആധിപത്യമാണ്. ഈ മേധാവിത്വം ബനിയകളെ എങ്ങനെ മറ്റുള്ളവരുടെ മേൽ വിശ്വാസവും മൂല്യങ്ങളും തങ്ങൾക്ക് ഒതുങ്ങുന്നവരാക്കി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാറ്റാമെന്ന് ചിന്തിപ്പിച്ചു. ഭരണമേധാവികളുടെ പിന്തുണ കൂടി ആയപ്പോൾ ബനിയകൾക്ക് സ്വന്തം തീറ്റിപ്പോറ്റാൻ കർഷകരെ ചൂഷണം ചെയ്യുന്നതിന് നിയന്ത്രണമില്ലാതായി. അതിഥിപരമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ വരുന്ന ആളുകളോട് പോലും, അതായത് പുതിയതായിട്ട് അങ്ങോട്ട് കുടിയേറി പാർന്ന ആളുകളോട് പോലും ബനിയകൾ ഈ രീതിയിൽ തന്നെ പെരുമാറാൻ തുടങ്ങി. അപ്പോൾ എന്താണ്, ഈ കർഷകരും ബനിയകളെ വിശ്വസിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ആരെ വിശ്വസിച്ചു, ബനിയകളെ വിശ്വസിച്ചു. അങ്ങനെ രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള വിശ്വസിച്ച രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള ചൂഷണം ആർക്ക് നേരിടേണ്ടതായിട്ടും വന്നു, കർഷകർക്ക് നേരിടേണ്ടതായിട്ടും വന്നു. അങ്ങനെ പലിശക്കാരിൽ നിന്നും ഭരണമേധാവികളിൽ നിന്നും ഒരേ സമയം രണ്ട് ഭാഗത്തുനിന്നും ഒരേ സമയം ചൂഷണം ഏൽക്കേണ്ട വിഭാഗമായിട്ട് കർഷകർ മാറി. ഫീഡിംഗ് ദ ബനിയാസ്, ദ കമ്മിങ് ഓഫ് ദേവി എന്ന രണ്ട് ഗ്രന്ഥങ്ങളിലും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ഭരണമേധാവികളുടെ കീഴാള മേധാവിത്വത്തെക്കുറിച്ചും അദ്ദേഹം ഹാർഡിമാൻ വിശദീകരിക്കുന്നുണ്ട്. കൊളോണിയൽ ഭരണത്തിന് മുമ്പും കൊളോണിയൽ ഭരണകാലത്തും അതിനുശേഷവുമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഫീഡിംഗ് ദ ബനിയ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നു. ഇത്രയാണ് നമ്മളുടെ 6ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റിൽ വരുന്നത്. ഇനി അതിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 1, 2, 3 ക്വസ്റ്റ്യൻസ് പറയാം. ഒന്ന്, ഡിസ്പൈറ്റ് ഓൾ ദ ടെൻഷൻസ് ആൻഡ് റിവോൾട്ട്സ് ദ ബനിയ പെസൻറ്റ് റിലേഷൻ കണ്ടിന്യൂഡ് ഇറ്റ്സ് ഡൈനാമിക്സ് ഓവർ മെനി സെഞ്ചുറീസ്. ക്രിറ്റിക്കലി എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എല്ലാ ആവലാതികളും എല്ലാ വേവലാതികളും കലാപങ്ങളും ഒക്കെ ഉണ്ടായിട്ടും കർഷകരും ബനിയകളും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾ അങ്ങനെ തുടർന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈ പ്രസ്താവനയുടെ എന്ത് ചെയ്യുക, വിമർശനാത്മകമായിട്ട് വിലയിരുത്തുക എന്നാണ് കേട്ടോ ചോദ്യം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഏരിയയാണ്. പിന്നെ ബ്രിങ് ഔട്ട് ദ ഐഡിയ ഓഫ് ഹെജിമണി ഇൻ ഹാർഡിമാൻസ് ഡിസ്കഷൻസ് ഓഫ് ബനിയ. ബനിയകളുടെ മേധാവിത്വത്തെക്കുറിച്ചുള്ള ഹാർഡിമാൻ്റെ ചർച്ചകൾ സൂചിപ്പിക്കാനാണ്. മറ്റൊന്ന്, എക്സ്പ്ലെയിൻ ദ സോഷ്യോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഹാർഡിമാൻസ് വർക്ക് ഓൺ ദ ബനിയ കാസ്റ്റ്. ബനിയ സമുദായത്തെക്കുറിച്ച്, ബനിയ ജാതിയെക്കുറിച്ച് ഹാർഡിമാൻ എഴുതിയ പ്രധാന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാണ്. പിന്നെ കോംപ്രഹെൻഡ് ദ റോൾ ഓഫ് പെസൻറ്റ് യൂസുറേഴ്സ് റിലേഷൻഷിപ്പ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൽ കർഷകരും പലിശക്കാരും തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്യാനാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് ഇന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. 2 മാർക്കിനാണെങ്കിലും 4 മാർക്കിനാണെങ്കിലും പിന്നെ 1 വേർഡ് കണ്ടമാനം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.